നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല മണം നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മൾ ആ ഇട്ട മസാലയുടെയും എല്ലാത്തിൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഫ്രഷ് ഫാമിലി ഫുഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്പാരിൻ മട്ടൻ ആണ്. അതിന് വേണ്ടതായിട്ടുള്ള റെസിപ്പികൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, നമ്മൾ ഉള്ളി, ഒരു 1/2 കിലോ ഉള്ളി ഞാൻ എടുത്തത് ചതച്ചു വെച്ചതാണ്. അതിനുശേഷം കരിയാപ്പില, മല്ലിയില, ഇത് കുരുമുളകും പെരിഞ്ചീരകം കൂടെ പൊടിച്ചതാണ്. തക്കാളി, പച്ചമുളക്, ഗരം മസാല, മഞ്ഞൾ പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്ക് അത് ചെയ്യുന്ന നമ്മളത് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി എടുത്തു. ഇത് 2 കിലോ മട്ടൺ ഉണ്ട്. 2 കിലോ മട്ടനാണ്. 2 കിലോ മട്ടൺ നമ്മൾ ചമ്പാരൻ മിക്സ് ചെയ്യുന്നത് കാണിച്ച് നമുക്ക് കുറച്ച് സമയം ഇത് വെക്കണം. അത് ഞാൻ 2 കിലോ മട്ടൺ എടുത്ത് ചീനച്ചട്ടിയിലോട്ട് ഇടുകയാണ്. ഞാൻ മട്ടൺ ഇതിനകത്തിട്ടു. അപ്പോൾ നമുക്ക് ഈ ചതച്ച ഉള്ളി, ഞാൻ ഇച്ചിരി ചതച്ചതാണ്. ഈ ചതച്ച ഉള്ളി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഈ ഉള്ളിയുടെ എസൻസ് എല്ലാം കൂടി ഇതിലൊന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഉള്ളിയെല്ലാം കൂടെ ചെയ്തിട്ടേക്കുന്നത്. വെളുത്തുള്ളി ചതച്ചത്, നമ്മൾ പച്ചമുളക് ഇട്ടു, തക്കാളിക്ക നമ്മൾ ഇട്ടു, ഇത് നമുക്ക് ആവശ്യമായത് ഇതാണ്. പെരിഞ്ചീരകവും ജീരകവും കൂടെ പൊടിച്ചാണ്. ഇത് നല്ലൊരു മണത്തിന് വേണ്ടി ഞാൻ ഇടുന്നതാണ്. മുളക് പൊടി അവരവർക്ക് എരിവിന് അനുസരിച്ചിടുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. ഗരം മസാല, മീറ്റ് മസാല, കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി തൈര്, നമ്മളിതിനകത്ത് തൈരിട്ടു, നമ്മളിച്ചിരി മല്ലിയില ഇട്ടു, ഇത് കരിയാപ്പില. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം നമുക്ക് വെക്കണം. അപ്പം ഞാൻ ഇതിനെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പതുക്കെ മിക്സ് ചെയ്യണം. എൻ്റെ പാത്രം ഇച്ചിരി ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് പതുക്കെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരുവിധം എല്ലാത്തിനും ഇടയിലോട്ട് പോയി. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം. ഞാനിത് ആവശ്യമായിട്ട് ഇച്ചിരി എണ്ണ ഇതിലോട്ട് ഒഴിച്ചു. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 1.5-2 മണിക്കൂർ നല്ല രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ
ഇതിൻ്റെ എസൻസ് എല്ലാം കൂടെ ഇറച്ചിയിലൊക്കെ പിടിക്കും. എരിവും ഉപ്പും പുളിയും എല്ലാം ഇറച്ചിയിലോട്ട് പിടിക്കും. പിടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അതൊരു ചട്ടിയിലോട്ട് നമുക്ക് മാറ്റി അടുപ്പത്ത് വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ചട്ടിയിലോട്ട് മാറ്റാം. മിക്സ് ചെയ്തു. ഞാൻ ഇച്ചിരി നേരം ഇത് അടച്ചു വയ്ക്കുകയാണ്. നമ്മൾ അടച്ചു വെച്ചു. ഇനി ഇത് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളിത് ചട്ടിയിലോട്ട് മാറ്റും. അതുവരെ 2 മണിക്കൂർ ഞാൻ ഇതിന് റെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് 2 മണിക്കൂറായി. നമ്മളിത് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ തുറന്ന് നോക്കാം. നമ്മളൊന്ന് ഇളക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ആ ഇട്ട മസാലയുടെയും എല്ലാത്തിൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്കിനിയും ഇതിനെ അടുത്തതായിട്ട് നമുക്കിതിനെ ഞാനൊരു മംഗലം ഉണ്ട്. ഈ മംഗലത്തിനകത്തോട്ട് നമ്മൾ ഈ ഇറച്ചി എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് നമ്മൾ അടുപ്പത്തേക്ക് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു മൺകലത്തിനകത്തോട്ട് ഞാൻ ഇതിനെ മാറ്റുകയാണ്. അതിനുമുമ്പ് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇടുന്ന സാധനങ്ങളൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടോ. നമ്മൾ എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സ്പൈസി ഇടാം. അതുപോലെ ഞാൻ ഒരു 5-6 മുളക്, പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ, അതുപോലെ തന്നെ ജാതിപത്രി, തേജ്പത്ത, സ്റ്റാർ ഞാൻ ഇട്ടു. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ പീസുകളെല്ലാം ഇതിനകത്തോട്ട് ഇടാം. കുറേശ്ശെ ആ മസാലയുടെ ഒക്കെ നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. നമുക്കിത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിനകത്ത് വെളുത്തുള്ളി, പൊളിക്കാതെ 2 വെളുത്തുള്ളി ഞാൻ ഇതിനകത്ത് ഇടുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ എസൻസ് ഒക്കെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാണല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത് മൊത്തം ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തു. നമ്മുടെ മസാലയും എല്ലാം നമ്മളതിനകത്തിട്ട് ഫില്ല് ചെയ്തു. നമ്മളിതെല്ലാം നല്ല രീതിയിൽ ഫില്ല് ചെയ്തു. എന്നിട്ട് നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു സ്വല്പം വെള്ളം, അധികം വേണ്ട, ഒരു സ്വല്പം മതി. ഈ വെള്ളം, കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും. കുറച്ച് വെള്ളവും നെയ്യും എല്ലാം കൂടെ ഉള്ളിയും തക്കാളിക്കും ഈ മട്ടനിനകത്തു നിന്നൊക്കെ ഇച്ചിരി ഇറങ്ങും. നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു അടപ്പുണ്ട്. ഞാനിതിനൊരു തുളയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഇതിനകത്ത് ആവി എല്ലാം കൂടെ നിറഞ്ഞ് ചിലപ്പോൾ ചട്ടി പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തൊരു തുളയിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് മൊത്തത്തിൽ അടച്ചു. എന്നിട്ട് ഞാൻ ഇച്ചിരി ആട്ട, നമ്മുടെ ഗോതമ്പ് മാവാണ്, അത് മൊത്തത്തിലെടുത്തിട്ട് ഞാനിങ്ങനെ മൊത്തത്തിലിങ്ങനെ ശരിക്കും ഒട്ടിച്ചു കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ആവി ഒട്ടും പറന്നു പോകാതെ നമ്മൾ ശരിക്കും ഒട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ ഞാനിത് ശരിക്കും കണ്ടോ നല്ല രീതിയിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ ആട്ട വെച്ച് ഇവിടെ നല്ല തിക്കായിട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കിടന്ന് നല്ല രീതിയിൽ വേകണം. അതിന് വേണ്ടിയാണ് ഇത് ചെറിയൊരു ഹോൾ വിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ പോലെ ചെറിയതായിട്ട് ഈ ആവി ഇതിനകത്ത് കൂടെ പോയില്ലെങ്കിൽ ഇതിനകത്ത് തങ്ങിയത് ചട്ടി പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ മട്ടൻ്റെ ഏകദേശം കൂട്ടും കാര്യങ്ങളും എല്ലാം 3/4 ഭാഗം റെഡിയായി. ഇനി നമുക്കടുത്ത് ചെയ്യാനുള്ളത് ഇവനെ നേരെ ഗ്യാസിലോട്ട് കയറ്റുകയാണ്. അപ്പം നമ്മൾ ഗ്യാസിലോട്ട് കയറ്റി 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ വാങ്ങാം. അപ്പം ഞാനിത് ഗ്യാസിലോട്ട് കയറ്റുകയാണ്. ഞാൻ ഗ്യാസ് കത്തിച്ച് നമ്മളിത് സിമ്മേ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഒരുവിധം നോർമൽ ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് പെട്ടെന്ന് ചട്ടിക്ക് വലിയ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ തീയിൽ ഇവരെ നമുക്ക് വയ്ക്കാം. നമ്മൾ വെളിയിലായതുകൊണ്ട് നമുക്കിവിടെ നാട്ടിലത്തെ പോലെ കനലോ അല്ലെങ്കിൽ അടുപ്പോ വിറക് വെച്ചുള്ള അടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഗ്യാസ് കത്തിച്ച് നമ്മൾ ചെറിയ തീ വയ്ക്കുകയാണ്. ഇനി ഇവൻ ഇവിടെ ഇരുന്നോ 1 മണിക്കൂർ സമയം ഇവൻ വേകാനെടുക്കും. കാരണം മട്ടൺ ആയതുകൊണ്ട് വേവ് കൂടുതലാണ്. അപ്പം നമുക്കിത് 1 മണിക്കൂർ ഇതേ തീ തന്നെ അത് 1 മണിക്കൂർ ഇരിക്കും. അതിനുശേഷം നമുക്ക് വാങ്ങി അടുത്ത പരിപാടി ചെയ്യാം. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഏകദേശം 1-1.5 മണിക്കൂറോളം നമ്മളിത് വെച്ചു. ഇത് കണ്ടില്ല, ആവിയെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല രീതിയിൽ ആവി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് ഓൾറെഡി ഇത് വെന്തു. ഈ ആവിയെല്ലാം പോയതിനു ശേഷം നമുക്കിത് തുറന്ന് നമുക്ക് വേവും ടേസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ചമ്പാരൻ റെഡിയായി. ഏകദേശം അല്ല, ശരിയായി. നമ്മൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഈ ആട്ടയെല്ലാം ഒന്ന് മാറ്റാം. നമ്മളത് നമ്മുടെ ചമ്പാരൻ മട്ടൻ ഒക്കെ കണ്ടോ. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വെന്തു, നല്ല മണം. നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നമ്മൾ നമ്മളിട്ട വെളുത്തുള്ളി. ഇനി നമുക്കിതിന് ഇതാ നല്ല പ്ലെയിൻ റൊട്ടി. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കുക. അതിനുശേഷം എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. നിങ്ങളുടെ മുമ്പോട്ടുള്ള സഹകരണം ആയിരിക്കും ഇനി മുമ്പോട്ടുള്ള വീഡിയോയും. ഇതേപോലെ നല്ല രീതിയിൽ നല്ല വീഡിയോകൾ ഇടാൻ നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുമ്പോട്ടുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കും നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.